നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന പടം ഫിഡലിറ്റി. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഫിഡലിറ്റി. ചെറിയൊരു സംശയം, ഭർത്താവ് തന്നെ വഞ്ചിക്കുന്നുണ്ടോ എന്ന്. പരസ്പര വിശ്വാസത്തോടും ബഹുമാനത്തോടും സ്നേഹത്തോടും ഒരുമിച്ച് ജീവിക്കേണ്ട ദമ്പതിമാർക്കിടയിൽ സംശയമെന്ന അപകടമുണ്ടായ തീർന്നു എല്ലാം. ജീവിതം തന്നെ മറ്റൊരു വഴിയിലേക്ക് മാറിപ്പോകും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ തോന്നിയാൽ അത് ഉണ്ടെന്ന് ഉറപ്പാക്കിയതിനു ശേഷം വ്യക്തത വരുത്തി പരിഹരിക്കാൻ ശ്രമിക്കുക. സുന്ദരിയായ ഗൈനക്കോളജിസ്റ്റ് ലെനയുടെ കുടുംബജീവിതമാണ് സംവിധായിക കാണിച്ചു തരുന്നത്. എല്ലാം ഉണ്ടെങ്കിലും അവൾക്ക് ഏറ്റവും ആവശ്യമുള്ളത് കിട്ടാതെ വരുമ്പോൾ അവളിൽ പ്രകടമാവുന്ന നിരാശ, സങ്കടം, അത് കിട്ടാൻ അവൾ തിരഞ്ഞെടുക്കുന്ന വഴികൾ, അത് അവളുടെ ജീവിതം എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു. പൊതുസമൂഹത്തിന് മുന്നിൽ അതുവരെ ഉണ്ടായിരുന്ന ചിത്രം മാറിത്തുടങ്ങുന്നതോടെ ജീവിതം തന്നെ കൈവിട്ടു പോകുന്ന അവസ്ഥയിൽ കാര്യങ്ങൾ സങ്കീർണമാകുന്നു. വൈവാഹിക ജീവിതത്തിൽ സെക്സിനുള്ള പ്രാധാന്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അത് ലെനയുടെ ജീവിതത്തിൽ അവൾക്ക് പൂർണ്ണ സംതൃപ്തിയിൽ നൽകാൻ ഭർത്താവിന് സാധിക്കുന്നില്ല. പോരാത്തതിന് പൂർണ്ണമായും അവളെ ഒഴിവാക്കുന്നു എന്നൊരു തോന്നലും. ഭർത്താവിൻ്റെ ആ മാറ്റം ഉൾക്കൊള്ളാൻ പറ്റാതെ വിഷമിച്ചിരിക്കുമ്പോഴാണ് അയാളുടെ ഫോണിൽ ഒരു ടെക്സ്റ്റ് മെസ്സേജ് അവൾ കാണുന്നത്. അതോടെ അവൾ ഉറപ്പിക്കുന്നു, ഭർത്താവ് തന്നെ വഞ്ചിക്കുന്നു. സ്വന്തം ഭർത്താവിൽ നിന്നും കിട്ടാത്തത് എന്തൊക്കെയാണോ അത് നേടിയെടുക്കാൻ അവൾ തീരുമാനിക്കുന്നു. പ്രത്യേകിച്ച് ശാരീരികമായ തൃഷ്ണകൾ, ആഗ്രഹങ്ങൾ ഒക്കെ സാധിച്ചെടുക്കാനായി അവൾക്ക് പോലും പരിചിതമില്ലാത്ത പുരുഷന്മാരുമായി ബന്ധം സ്ഥാപിക്കുന്നു. അതായത് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടാൻ അവൾ ഒരുക്കമായിരുന്നില്ല. ആഗ്രഹിച്ചത് തേടിപ്പോയപ്പോൾ അവളുടെ ജീവിതം അനിയന്ത്രിതമാവുകയായിരുന്നു. സ്വന്തം ആഗ്രഹങ്ങളെ എങ്ങനെ ഡീൽ ചെയ്യണമെന്നറിയാൻ സാധിക്കാത്ത വിധം കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു. ഒരു സൈക്കോളജിക്കൽ ഡ്രാമ വിഭാഗത്തിൽപ്പെടുത്താവുന്ന സിനിമ. ഇവിടെ ലെന എന്ന സ്ത്രീ അവളുടെ സെക്ഷുവലിറ്റി പൂർണ്ണമാക്കാൻ നോക്കിയപ്പോൾ അതവളെ മറ്റൊരുവൾ ആയി സമൂഹം കാണുന്നു. പക്ഷേ അവൾ ആഗ്രഹിച്ച പൂർണ്ണതയും സംതൃപ്തിയും അവൾ കണ്ടെത്തിയ ബന്ധങ്ങൾ നൽകുന്നില്ല എന്നുള്ളതായിരുന്നു വാസ്തവം. സിനിമ കൈകാര്യം ചെയ്യുന്ന പ്രമേയം ഇതായതുകൊണ്ട് ന്യൂഡിറ്റി, സെക്ഷൽ റെഫറൻസ്, സെക്സ് സീൻസ് ഒക്കെയുണ്ട്. ലെന ചെയ്തു കൂട്ടിയത് എന്തൊക്കെയാണെന്ന് അറിയാൻ താല്പര്യമുള്ളവർ മാത്രം കാണുക. ദാമ്പത്യ ജീവിതത്തിൽ പരസ്പര ബഹുമാനം, സ്നേഹം എന്ന പോലെ സെക്സിനും വലിയൊരു സ്ഥാനമുണ്ട്. ഇവിടെ ഈ പറഞ്ഞവയിൽ ഒടുക്കമുള്ളത് മാത്രം വേണ്ട വിധേന കിട്ടാത്ത ഒരു ഭാര്യയുടെ കഥ പറയുന്ന ഒരു റഷ്യൻ എറോട്ടിക് ഡ്രാമ. യുവ ഗൈനക്കോളജിസ്റ്റ് ഡോക്ടർ ലെന, ഡ്രാമ ആക്ടർ ഭർത്താവ്. പണവും പദവിയും പരസ്പര സ്നേഹവും ബഹുമാനവും നിറഞ്ഞ ദാമ്പത്യം. പക്ഷേ ലെനയ്ക്ക് വേണ്ടത്തക്കവണ്ണം അവർക്കിടയിൽ സെക്സ് മാത്രം കാര്യമായി സംഭവിക്കുന്നില്ല. പറഞ്ഞു നോക്കി, ശ്രമിച്ചു നോക്കി, പക്ഷേ എന്തോ അവൾക്ക് വേണ്ടത് കിട്ടുന്നില്ല. ആവശ്യത്തിനുള്ളത് കിട്ടാതെ ആയപ്പോൾ എന്താ ചെയ്യുക? ഒന്നെങ്കിൽ കിട്ടിയത് വെച്ച് തൃപ്തിപ്പെടുക, ഇല്ലെങ്കിൽ കിട്ടുന്ന സ്ഥലം കണ്ടെത്തുക. വീട്ടിലില്ലേ നാട്ടിൽ എന്നായിരുന്നു ലെനയുടെ ലൈൻ. ബാക്കി ലെന പറയും. ദമ്പതികൾക്കിടയിൽ ഉടലെടുക്കുന്ന അസൂയ, പരസ്പര വിശ്വാസം, ലൈംഗികത എന്നിവയുടെ രണ്ട് വശങ്ങളെയാണ് ചിത്രം ഫോക്കസ് ചെയ്യുന്നത്. ലെനയ്ക്ക് വേണ്ടത് വീട്ടിൽ കിട്ടാതാകുമ്പോൾ തേടിപ്പോകുന്നു. അവിടെയും ലെനയ്ക്ക് കിട്ടുന്നത് വെറും സെക്സ് മാത്രമായിരുന്നു. സെക്സ് അതിൻ്റെ അർത്ഥം പൂർണ്ണമാകുന്നത് ശാരീരികമായി മാത്രമല്ല, മാനസികമായ അടുപ്പത്തിലും കൂടിയാണ് എന്നവൾ തിരിച്ചറിയുമ്പോൾ, താൻ വെറുമൊരു ഭോഗവസ്തു മാത്രമായി പോകുന്നു എന്ന് തോന്നുമ്പോൾ അവൾ ഉൾവലിയുന്നു, പിന്തിരിയുന്നു. പക്ഷേ സമൂഹത്തിൻ്റെ ദൃഷ്ടിയിൽ അവളെ നോക്കിക്കണ്ടത് മറ്റൊരു രീതിയിലാണ്. കഥ നടക്കുന്നത് റഷ്യയിലാണെങ്കിലും ഇവിടെ ഈ കൊച്ചു കേരളത്തിലിരിക്കുന്ന നമുക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നാണ് സിനിമയുടെ വിജയം. ഞാൻ പേഴ്സണലായി ഇത്തരം സിനിമകൾ നോക്കിക്കാണുന്നത് കേവലം ഇറോട്ടിക് എന്ന നിലയിൽ മാത്രമല്ല, അതിൻ്റെ ഒടുക്കം നമുക്ക് പറഞ്ഞു തരുന്ന ഒരു മെസ്സേജുണ്ട്. പടം കഴിഞ്ഞും നമ്മളെ ചിന്തിപ്പിക്കാൻ വിടുന്ന ഒന്ന്, അത് കിട്ടാനും കൂടിയാണ്. ഈ ചിത്രവും നമ്മളെ ഉത്തേജിപ്പിക്കുന്നുണ്ട്, ഒപ്പം ഉത്തരം മുട്ടിക്കുന്നുണ്ട്. കണ്ടു നോക്കി, നിരാശപ്പെടുത്തില്ല എന്ന് വിചാരിക്കുന്നു. സെക്സ് കണ്ടൻ്റ് ഉണ്ട്, അതുകൊണ്ട് തന്നെ 80+ ആണ് ചിത്രം. എല്ലാവരും കാണുക. ഫിഡലിറ്റി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഇതിലും മികച്ച മറ്റൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. താങ്ക് യു.